വെൽക്കം. തഹമനാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം, അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഹൃദയത്തിന്റെ മസിലുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാർഡിയക് മസ്കുലർ ടിഷ്യൂ ആണ്. കാർഡിയോ മയോസൈറ്റ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹൃദയത്തിന് 3 ലെയറുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഔട്ടർ പെരികാർഡിയമാണ് ഏറ്റവും പുറത്തുള്ളത്. ദെൻ ഇന്നർ മോസ്റ്റ് എൻഡോകാർഡിയമാണ്. ദെൻ നടുവിലുള്ളത് ഈ ഭാഗം, ഈ ഭാഗമാണ് മയോകാർഡിയം എന്ന് നമ്മൾ പറയും. സോ ഈ നടുവിലെ മയോകാർഡിയമാണ് ശരിക്കും ഹൃദയം. ദ മാസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത് ഈ മയോകാർഡിയമാണ്. ഹൃദയത്തിന്റെ അറകൾ, അതിന്റെ ഭിത്തികൾ എല്ലാം ഈ മയോകാർഡിയമാണ്. സോ ഇതുണ്ടാക്കിയിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. ദിസ് ഈസ് ബൈ കാർഡിയക് മസിൽ ഓർ കാർഡിയോ മയോസൈറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇങ്ങനെയുള്ളതിൽ ഏറ്റവും തിക്നെസ് വെൻട്രിക്കിൾസിനാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് ആദ്യം കാർഡിയക് ടിഷ്യൂവിന്റെ ഹിസ്റ്റോളജി ഒന്ന് പറയാം, എന്നിട്ട് മയോസൈറ്റ്സിന്റെ പ്രത്യേകതകൾ കൂടി പറയാം. നമുക്ക് ഈ കാർഡിയക് മസിൽ ഒന്ന് വരയ്ക്കാം. സോ ആദ്യം ഞാൻ കാർഡിയക് മസിൽ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് ബ്രാഞ്ച്ഡ് ആണ് എന്ന് പറഞ്ഞു. സോ ബ്രാഞ്ച്ഡ് ആയതുകൊണ്ട് നമുക്ക് ബ്രാഞ്ച്ഡ് ഫൈബേഴ്സ് നമുക്ക് വരയ്ക്കേണ്ടി വരും. ഓക്കെ, സോ ഏകദേശം ഒരു ബ്രാഞ്ച്ഡ് ആയി. ഇനി ഹൃദയത്തിന്റെ 2 സെല്ലുകൾ തമ്മിൽ കൂടിച്ചേരുകയാണെങ്കിൽ, സോ ഹൃദയത്തിന്റെ 2 സെല്ലുകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്. സോ ഈ കൂട്ടിച്ചേർക്കുന്ന ഭാഗം, സോ ഇതിനെ സെൽ മെംബ്രെയിൻ ഇവിടെ ഇങ്ങനെ ഫ്യൂസ്ഡ് ആണ്. സോ ഇത് സെൽ മെംബ്രെയിൻ, 2 സെല്ലുകളുടെ സെൽ മെംബ്രെയിൻ ഇങ്ങനെ ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുക ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്നാണ്. ആൻഡ് ദിസ് ഇന്റർകലേറ്റഡ് ഡിസ്ക്, ദിസ് ഈസ് ഓൾസോ എ ഗ്യാപ് ജംഗ്ഷൻ ആണ്. ഇതൊരു ഗ്യാപ് ജംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഈ ഗ്യാപ് ജംഗ്ഷനിലൂടെ ഞാനിപ്പോൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഞാൻ പറയാണ് ഗ്യാപ് ജംഗ്ഷൻ ആണ്. സോ സോഡിയം പോലെയുള്ള അയോൺസ് അല്ലെങ്കിൽ ഈ സെല്ലിൽ നിന്ന് ഈ സെല്ലിലേക്ക് ചില സാധനങ്ങളെ കടത്തിവിടാനായിട്ട് പറ്റും. സോ 2 സെല്ലുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട് ഇൻ ബിറ്റ്വീൻ ദീസ് സെൽ. സോ അതിനാണ് നമ്മൾ ഗ്യാപ് ജംഗ്ഷൻസ് എന്ന് പറയാം. സോ ഒരു സോഡിയം ഇങ്ങോട്ടേക്ക് പോകുകയെന്ന് വിചാരിക്കുക. സോ ഇതിനകത്തേക്ക് ഒരു സെൽ എക്സൈറ്റഡ് ആണെങ്കിൽ ഈ അടുത്ത സെല്ലിനെ വേഗത്തിൽ എക്സൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഹൃദയത്തിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻസ്. ഒരു സെൽ കണ്ടക്ഷൻ വേഗത്തിൽ നടക്കുമ്പോൾ അടുത്ത സെല്ലിലേക്കും വ്യാപിപ്പിക്കാൻ ഇത് മൂലം നമുക്ക് വേഗത്തിൽ സാധിക്കും. സോ വേഗത്തിൽ കണ്ടക്ട് ചെയ്ത് ഒരുമിച്ച് ആക്ഷൻ പൊട്ടൻഷ്യൽ വേഗത്തിൽ ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്നത് മൂലം ഹൃദയത്തിന്റെ മസിൽസ് മൊത്തത്തിൽ ഒരു സിൻസിഷ്യം ആയിട്ട് വർക്ക് ചെയ്യാം. സിൻസിഷ്യം, കാർഡിയാക് സിൻസിഷ്യം. സിൻസിഷ്യം എന്ന് വെച്ചാൽ മാസ് ഓഫ് സെൽസ് വർക്കിംഗ് ടുഗദർ ആണ്. സോ കാർഡിയാക് സിൻസിഷ്യം ആയിട്ട് ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യാനായിട്ട് ഇത് മൂലം സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഹൃദയത്തിന്റെ സെല്ലുകൾ ബ്രാഞ്ച്ഡ് ആണെന്നാണ് പറഞ്ഞത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ഇന്റർകലേറ്റഡ് ഡിസ്കുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 3ാമത്തെ പോയിന്റ് പറയാനുള്ളത്, ഹൃദയത്തിന് ഓരോ സെല്ലിലും ഓരോ ന്യൂക്ലിയസ് വീതമാണുള്ളത്. ഓക്കെ, ഓരോ സെല്ലും ഓരോ ന്യൂക്ലിയസ്. സ്കെലിറ്റൽ മസിൽ ഏകദേശം ഇതുപോലെയാണ് ഇരുന്നത്. പക്ഷേ ഓരോ സെല്ലിലും ഓരോ ന്യൂക്ലിയസ് അല്ല, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, പക്ഷെ ഹൃദയത്തിൽ അങ്ങനെയല്ല, ഒരു സെൽ 1 ന്യൂക്ലിയസ്. ഇങ്ങനെയാണ് ഹൃദയത്തിൽ കാണുന്നത്. പക്ഷെ ധാരാളം മൈറ്റോകോൺട്രിയ അത് അവിടെയുണ്ട്, സ്കെലിറ്റൽ മസിലുണ്ട്. മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടുതലായിരിക്കും. ബിക്കോസ് ദിസ് ഇസ് ആക്റ്റീവ് ടിഷ്യൂ ആണ്, ഹൈലി ആക്റ്റീവ് ടിഷ്യൂ ആണ്. 24/7 വർക്ക് ചെയ്യാണ്. ധാരാളം എനർജി ആവശ്യമാണ്. എനർജി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഉറക്കമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഹൃദയം, മസ്കുലർ ടിഷ്യൂ. സോ ഹൃദയത്തിന്റെ പ്രോപ്പർട്ടി ബ്രാഞ്ച്ഡ് ആണ്, ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉണ്ട്, സിംഗിൾ ന്യൂക്ലിയസ് ആണ് ഉള്ളത്. ഇനി അടുത്ത പ്രോപ്പർട്ടി കാർഡിയക് മസിൽസ് ആർ സ്ട്രൈറ്റഡ് ആണ്. 4ാമത്തെ പ്രോപ്പർട്ടി ആണ് സ്ട്രൈറ്റഡ്. എന്താണ് സ്ട്രയേഷൻ? സ്ട്രയേഷൻ ഞാൻ വരയ്ക്കാം. സോ ഈ വരയ്ക്കുന്നതാണ് സ്ട്രയേഷൻ. സോ സ്ട്രയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സീ ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ്. നമ്മൾ മൈക്രോസ്കോപ്പ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാർക്ക് ബാൻഡുകൾ ഇങ്ങനെ കാണാൻ പറ്റും, ഇടക്കിടക്ക് ഡാർക്ക് ബാൻഡ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു ലുക്ക് ലൈക്ക് ഇറ്റ് ഈസ് സ്ട്രയേഷൻ. ഓക്കെ, സ്ട്രൈറ്റഡ് ആയിട്ട് ഒരു പാട് പോലെ ഇങ്ങനെ കാണാനായിട്ട്. സോ ഇതുകൊണ്ടാണ് ഇതിനെ സ്ട്രയേഷൻസ് ഓർ സ്ട്രൈറ്റഡ് ആണെന്ന് പറയാം. സ്ട്രൈറ്റഡ് പിന്നെ നമ്മൾ പഠിച്ചത് സ്കെലിറ്റൽ മസിൽസിലാണ്. സ്മൂത്ത് മസിൽസിൽ സ്ട്രൈറ്റഡ് അല്ല. ഓക്കെ, നോൺ സ്ട്രൈറ്റഡ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ചില സ്ഥലത്ത് ഡാർക്ക് ബാൻഡ്സ്, ചില സ്ഥലത്ത് ലൈറ്റ് ബാൻഡ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് അതുള്ളത്? സോ ഹൃദയത്തിന്റെ കൺട്രാക്ഷൻ സംഭവിക്കുന്നത് ഈ ഡാർക്ക് ആൻഡ് ലൈറ്റ് ചെയിൻസ് ഉള്ളതാണ്. ഓക്കെ, സോ ആക്റ്റിൻ ഫിലമെന്റ് ആണ് ഡാർക്ക് ബാൻഡ് ആയിട്ട് കാണുന്നത്. മയോസിൻ ആണ് നമ്മൾ ലൈറ്റ് ചെയിൻ ആയിട്ട് കാണുന്നത്. സോ ആക്റ്റിൻ മയോസിന് മുകളിലൂടെ സ്ലൈഡ് ചെയ്യുന്നു. ഇതിന് കാൽഷ്യം വേണം, ട്രോപ്പോണിൻ സി വേണം, ട്രോപ്പോമയോസിൻ വേണം, ATP ഒക്കെ വേണം. സോ ഇത് നമ്മൾ സ്ലൈഡിംഗ് മൂവ്മെന്റ് എന്ന് പറയും. സോ നമ്മൾ മൈക്രോസ്കോപ്പിൽ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വി ക്യാൻ സീ ദിസ് ഈസ് സ്ട്രൈറ്റഡ്. So striated like skeletal muscle. 5ാമത്തെ പ്രോപ്പർട്ടി, these cardiac muscles are involuntary ആണ്.
ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ വില്ലനുസരിച്ച് ഇപ്പൊ എനിക്ക് ഹൃദയത്തെ നിയന്ത്രിച്ചേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. സോ ഇൻവോളണ്ടറി. ഇത് നിയന്ത്രിക്കുന്നത് ആരാണ്? നിയന്ത്രിക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് നിയന്ത്രിക്കുന്നത്. സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഹൃദയത്തിന്റെ ആക്ഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സിറ്റുവേഷൻ നമുക്ക് കൂട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കും. സോ ഇറ്റ് ഈസ് ഇൻവോളണ്ടറി. ഓക്കെ, സോ സ്ട്രൈറ്റഡ് ആണ്, ഇൻവോളണ്ടറി ആണ്. സ്കെൽറ്റൽ മസിലോ സ്ട്രൈറ്റഡ് ആണ്, വോളണ്ടറി ആണ്. സ്മൂത്ത് മസിലോ നോൺ സ്ട്രൈറ്റഡ് ആണ്, ഇൻവോളണ്ടറി. സോ ഇതാണ് പ്രത്യേകതകൾ. സോ നമ്മൾ പറഞ്ഞത് ഹൃദയത്തിന്റെ സെല്ലുകൾ ബ്രാഞ്ചഡ് ആണെന്ന് പറഞ്ഞു, കണക്ഷൻസ് ആർ ഇന്റർകലക്റ്റഡ് ഡിസ്കുകളാണെന്ന് പറഞ്ഞു, ഒറ്റ ന്യൂക്ലിയസ് ഉള്ളൂ എന്ന് പറഞ്ഞു, സ്ട്രൈറ്റഡ് ആണെന്ന് പറഞ്ഞു, ഇൻവോളണ്ടറി. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഹൃദയത്തെ കുറിച്ചിട്ട് മാത്രം എഴുതുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഹൃദയത്തിന്റെ ഇടയിലൂടെ ഇവിടെ കൂടി ഇങ്ങനെ ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട് നമുക്ക്. ഓക്കെ, ബ്ലഡ് വെസൽസ് ഞാൻ വരച്ചില്ല വിട്ടു. സോ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെയൊക്കെ യു ക്യാൻ സി സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് റെഡിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ബ്ലഡ് വെസൽസ് പോകുന്നതായിട്ട് നമുക്ക് കാണാം. സോ ദിസ് ദ വൺ വിച്ച് സപ്ലൈസ് ബ്ലഡ് ടു ദ ഹാർട്ട്. ഇനി കാർഡിയാക് സെല്ലിന്റെ മറ്റു ചില പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ദ കാർഡിയാക് സെൽ ഈസ് പെർമനന്റ് സെല്ലാണ്. ഓക്കെ, പെർമനന്റ് സെൽ. നമ്മുടെ ശരീരത്തിൽ പെർമനന്റ് സെൽസ് ഉണ്ട്, ലബൈൽ സെല്ലുകൾ. പെർമനന്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ ഏതാണോ നമുക്കുള്ളത് മരിക്കുമ്പോഴും അതേ തന്നെ ആയിരിക്കും സെൽ. സെൽ ക്യാൻ ഗ്രോ, വലുതാകാം, പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യില്ല. നോ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ശേഷിയില്ലാത്ത സെല്ലുകളാണ്, നോൺ മൈറ്റോട്ടിക് ആണ്. സോ ഏതെങ്കിലും സെല്ലുകൾ അപ്പൊ നശിച്ചാൽ, ഇപ്പൊ ഇതൊരു സെല്ല് നശിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ആ ഭാഗം ഫൈബ്രോട്ടിക് ആകും. ഇറ്റ് ഈസ് നോട്ട് ബീൻ റീപ്ലേസ്ഡ്. നശിച്ചു പോയി കഴിഞ്ഞാൽ പണി പാളും, ആ ഭാഗം വർക്ക് ചെയ്യില്ല. സോ MI, കാർഡിയാക് MI എന്ന് വെച്ചാൽ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഡേഞ്ചറസ് ആവുന്നത് ഇതുകൊണ്ടാണ്. ഒരു ഭാഗത്തേക്ക് ബ്ലഡ് എത്തുന്നില്ല, ആ ഭാഗത്തേക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും ആ ഭാഗം നശിച്ചു പോകും. സോ ദാറ്റ് ബിക്കം ഡേഞ്ചറസ്. മാത്രമല്ല ഓക്സിജൻ, ബ്ലഡ് സപ്ലൈ എല്ലാം തടസ്സപ്പെട്ട് വരുമ്പോൾ പണി കിട്ടും. ഇനി എല്ലാ കാർഡിയോമയോസൈറ്റ്സും ഒരുപോലെ അല്ല എന്നുള്ളതാണ്. നോട്ട് ഓൾ സെൽസ് ആർ സെയിം. ഓക്കെ, അതാണ് എനിക്ക് രണ്ടാമത് പറയാൻ. സോ ദർ ആർ സം സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് കാർഡിയോമയോസൈറ്റ്സ് തന്നെ അതിനകത്തുണ്ട്. സോ ഉദാഹരണം SA നോഡിലുണ്ട്, AV നോഡിലുണ്ട്, ബാക്കി ബണ്ടിൽ ഓഫീസ് അങ്ങനെയൊക്കെയുള്ള പല ഭാഗത്തും ചില മോഡിഫൈഡ് സെല്ലുകൾ ഉണ്ട്. സോ ഹൃദയത്തിന്റെ സെല്ലുകളുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ, വൺ ഈസ് എക്സൈറ്റബിലിറ്റി ആണ്, രണ്ട് കൺട്രാക്ടിലിറ്റി ആണ്, ഈ മോഡിഫൈഡ് സെൽസ് എല്ലാം കൂടി നമ്മൾ ചേർത്ത് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ നമുക്ക് കണ്ടക്ടിവിറ്റി പറയാം. ദെൻ നാലാമത്തതായിട്ട് നമുക്ക് ഓട്ടോമാറ്റിസിറ്റി പറയാം. ദെൻ അഞ്ചാമത്തത് റിത്മിസിറ്റി നമുക്ക് റിത്മിസിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. സോ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് എക്സൈറ്റബിലിറ്റിയെ കുറിച്ചിട്ടാണ്. സോ ഹൃദയത്തിന്റെ സെൽസ് ആർ എക്സൈറ്റബിൾ ആണ്. സോ കാർഡിയാക് സെൽസ് ആർ എക്സൈറ്റബിൾ സെൽസ്. ഓക്കെ, സോ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നു, എക്സൈറ്റേറ്ററി സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് എക്സൈറ്റഡ് ആവുന്ന തരം സെൽസുകളാണ് കാർഡിയോമയോസൈറ്റ്സ്. ദ എബിലിറ്റി ഓഫ് ദ ടിഷ്യൂ ടു റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലൈ വന്നു കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി, അതിനാണ് നമ്മൾ എക്സൈറ്റബിലിറ്റി എന്ന് പറയും. സോ ചില ഭാഗത്തെ സെൽസിന് ഇങ്ങനെ എക്സൈറ്റേഷൻ സ്വന്തമാക്കി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. സ്വന്തമാക്കി എക്സൈറ്റഡ് ആവാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയാം. സോ ഇത്തരം സ്പെഷ്യലൈസ്ഡ് മോഡിഫൈഡ് സെൽസിനെ നമ്മൾ പേസ് മേക്കർ സെൽസ് എന്നാണ് പറയുന്നത്. സോ ഓൾറെഡി പറഞ്ഞു, SA നോഡിൽ പേസ് മേക്കർ സെൽസ് ഉണ്ട്, AV നോഡിലുണ്ട്, മറ്റു പല ഭാഗത്ത് പെർക്കിഞ്ച് അങ്ങനെയൊക്കെയുള്ള പേസ് മേക്കർ സെൽസ്. സോ എബിലിറ്റി ഓഫ് ദ ടിഷ്യൂസ് ടു പ്രൊഡ്യൂസ് ഇമ്പൾസസ് റെഗുലർലി ആണ് ദിസ് ഓട്ടോമാറ്റിസിറ്റി. സോ റെഗുലർ ആയിട്ട് ഈ ഇമ്പൾസസ് ഉണ്ടാക്കാൻ പറ്റുന്നു. എബിലിറ്റി ഓഫ് ദ ടിഷ്യൂസ് ടു പ്രൊഡ്യൂസ് ഇമ്പൾസസ് റെഗുലർലി, അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്. അപ്പൊ അടുത്തത് റിത്മിസിറ്റി ആണ്. റിത്മിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ എക്സൈറ്റേഷൻ ഒരു പ്രത്യേക താളക്രമത്തിൽ ഒരു പ്രത്യേക സമയം ഇടവിട്ടുണ്ടാകുമ്പോൾ ഹൃദയത്തിലെ സെല്ലുകൾക്ക് ഒരു പ്രത്യേക റിതം ഉണ്ടാവും. സോ ദീസ് ഹാർട്ട് സെൽസ് റെസ്പോൺസ് ഇൻ എ റിത്മിക് ഫാഷൻ. സോ ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് റിത്മിക് ആണ്. സോ ഓട്ടോമാറ്റിസിറ്റി ഉണ്ട്, റിത്മിസിറ്റി ഉണ്ട്. സോ രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന വാക്ക് ഓട്ടോറിത്മിസിറ്റി എന്നാണ്. ഓട്ടോറിത്മിസിറ്റി എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക താളക്രമത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടുള്ള കഴിവാണ്. സ്വന്തമായി ഉണ്ടാക്കുന്ന താളത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഹൃദയത്തിന്റെ സെല്ലുകൾക്ക് പറ്റും.
ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഇമ്പൾസ് മറ്റു ഭാഗത്തേക്ക് കടന്നു പോകണം. അതിനെ നമ്മൾ പറയുക കണ്ടക്ടിവിറ്റി എന്നാണ്. കാർഡിയാക് മസിൽസ് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടിവിറ്റി. ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗത്തേക്ക് പോകണം. കണ്ടക്ടിവിറ്റിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സെല്ലുകളാണ് SA നോഡ്, AV നോഡ്, ബാക്കി ബണ്ടിൽ ഓഫ് ഹേസ്, പെർക്കിഞ്ചി ഫൈബർ പോലെയുള്ള. സോ ദീസ് ആർ കണ്ടക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഹൃദയത്തിനകത്ത് തന്നെയുള്ള കണ്ടക്റ്റീവ് ടിഷ്യൂ ആണ്. ന്യൂറോണൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ആൻഡ് സെൽസുകൾ തമ്മിൽ ഗ്യാപ് ജംഗ്ഷൻ ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. സോ ഈ താളക്രമം കണ്ടക്ട് ചെയ്തിട്ട് ഹൃദയം ചുരുങ്ങുന്നു, വികസിക്കുന്നു, ചുരുങ്ങുന്നു, വികസിക്കുന്നു. ചുരുങ്ങുന്നതിനെ നമ്മൾ പറയാം കൺട്രാക്ടിലിറ്റി ഓഫ് ദ ഹാർട്ട്. കുറച്ച് സമയം ഹൃദയം ചുരുങ്ങും. സോ ഹൃദയം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം ചുരുങ്ങുന്നു, ദെൻ വീണ്ടും പഴയപടിയാവുന്നു, ചുരുങ്ങുന്നു, പഴയപടിയാവുന്നു. ഓക്കെ, വീണ്ടും ചുരുങ്ങും. സോ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട്. സോ ഇങ്ങനെ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇതാണ് ഹൃദയത്തിന്റെ ചില പ്രത്യേക കഴിവുകൾ. ഒന്ന് പെർമനന്റ് സെൽസ് ആണെന്ന് പറഞ്ഞു. എല്ലാ സെല്ലുകളും ഒരുപോലെയല്ല. ദെൻ എക്സൈറ്റബിലിറ്റി ഉണ്ട്, ഓട്ടോമാറ്റിസിറ്റി ഉണ്ട്, റിതമിസിറ്റി ഉണ്ട്, കണ്ടക്ടിവിറ്റി ഉണ്ട്, കൺട്രാക്ട്. സോ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത് കാർഡിയാക് മസിൽ എന്താണെന്ന് കണ്ടു, അതിന്റെ പ്രത്യേകതകൾ കണ്ടു. ദെൻ ഹൃദയത്തിന്റെ മൊത്തത്തിലുള്ള ചില സവിശേഷതകൾ, പ്രത്യേകതകളാണ് നമ്മൾ കണ്ടു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് SA നോഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് പറയേണ്ടത്. സോ കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ദ ഹാർട്ട് ആണ് നമ്മൾ പറയുന്നത്. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.